നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വീണ്ടും ഒരു ക്രൈം സ്റ്റോറിയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ സ്റ്റോറി നടക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, പാലൻപൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഹിന്ദി അല്ലെങ്കിൽ പഴയ ബോളിവുഡ് മൂവീസൊക്കെ കാണുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. എനിക്കൊന്ന് രാജ ഹിന്ദുസ്ഥാനിയോ അങ്ങനെ ഏതൊക്കെയോ മൂവീസിലാണ്. പാലൻപൂർ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരുന്നു. അധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. പാലൻപൂർ കുറച്ച് വിട്ട് ദൂരെ ഒരു സുല എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ടായിരുന്നു. ഈ വില്ലേജിലാണ് നമ്മുടെ സ്റ്റോറി. നമ്മൾ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അതായത് നിങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോ ക്ലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കഥാപാത്രം, നമ്മുടെ കഥാപാത്രമല്ല, റിയൽ ലൈഫിലുള്ള സൈന എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി താമസിച്ചിരുന്നത്. സൈന വളർന്നത് ഒരു പാവപ്പെട്ട വീട്ടിലാണ്. സൈനയുടെ അച്ഛനൊരു പെയിൻറ്ററാണ്, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഒരു അനിയനുണ്ട്, കുഞ്ഞനിയനുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളായിട്ടാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിരുന്നെങ്കിലും അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് താമസിച്ചിരുന്നു. അച്ഛനും അമ്മയും 2 മക്കളും വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോന്നിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ സൈന കണ്ടു വളർന്നിരുന്നത് ഈ കുടുംബത്തിന് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന അച്ഛനെയാണ്. അപ്പോൾ സൈനയ്ക്ക് തന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ സൈന ആ കുട്ടിയുടെ മനസ്സിൽ ഈ വീട്ടുപണി എടുക്കുന്നതിനേക്കാളും അമ്മയെ സഹായിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ അന്ന് അച്ഛനെ ഹെൽപ്പ് ചെയ്യണം, അച്ഛന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, സാമ്പത്തികമായിട്ട് അച്ഛനെ കുറച്ചൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇത് സഹിക്കാൻ പറ്റുമോ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമായിട്ട് നടക്കുന്നൊരു കുട്ടിയായിരുന്നു. പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു. അന്ന് അവിടെ ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് തന്നെ സൈന അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചൊരു ക്ലാസ് ടോപ്പർ എന്നുള്ള ലെവലിൽ പഠിച്ചു പോന്നിരുന്നൊരു കുട്ടിയായിരുന്നു. അങ്ങനെ സൈനയുടെ എഡ്യൂക്കേഷൻ, സ്കൂൾ ലൈഫ് കഴിഞ്ഞതിന് ശേഷം സൈനയ്ക്ക് കോളേജിലേക്ക് ഹയർ എഡ്യൂക്കേഷന് പോകാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വരികയാണ്. ഒരു നല്ലൊരു ജോലി, ഗവൺമെൻറ് ജോബ് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു നല്ല കോളേജ് എഡ്യൂക്കേഷൻ വേണം. അങ്ങനെ BA-ക്കാണ് ജോയിൻ ചെയ്യുന്നത്. അന്ന് അവരുടെ ആ ഒരു സുല വില്ലേജിൽ കോളേജസ് ഇല്ലാത്തത് കൊണ്ട് ഇവർ പാലൻപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഡ്മിഷൻ വാങ്ങുന്ന ഒരു കോളേജിൽ. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദൂരമുള്ള സ്ഥലമാണ്. എന്നുവെച്ചാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ബസ് സർവീസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഒരുപാട് നേരത്തെ ഇറങ്ങേണ്ട സിറ്റുവേഷൻ വരുന്നു. ഒരുപാട് ടൈം ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കണം. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഒരു ബസ് വരിക. ഒരുപാട് റഷ് ഉണ്ടായിരിക്കും. അങ്ങനെ അവർ ഇവിടെ പാലൻപൂർ എത്തിക്കഴിഞ്ഞാൽ തന്നെ കോളേജ് തുടങ്ങാൻ ഒരുപാട് സമയം ഉണ്ടാവും. അപ്പോൾ അതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു സ്കെഡ്യൂൾ അല്ലെങ്കിൽ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫിലൂടെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ഒരുപാട് ലേറ്റ് ആവും. അത്രയും എന്താ പറയുക, ക്ഷീണിച്ച സിറ്റുവേഷൻ, പഠിക്കണം. അപ്പോൾ എന്നാലും ആ കുട്ടി അത്രയും ആംബീഷ്യസ് ആയിരുന്നു. ആ കുട്ടിക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. ലൈഫിലൊരു എയിമുള്ള ഒരു ലക്ഷ്യമുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഈ കുട്ടിയുടെ ഈ ഒരു സ്വഭാവം, ഈ ലക്ഷ്യബോധവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പറയാൻ പോകുന്ന റിയൽ ഇൻസിഡൻറ്റിൽ വലിയൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഈ കോളേജ് ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഇവരൊരു ഫാമിലി ഫംഗ്ഷൻ, ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ ഒരു മാരേജിന് വേണ്ടിയിട്ട് പോകുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ അവിടെ നിന്ന് സുമിത് ചാറ്റർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ ഇവൾ പരിചയപ്പെടുന്നത്. ഈ സുമിത് ചാറ്റർജി സൈനയെക്കാളും മൂത്തതായിരുന്നു. അപ്പോൾ ഈ കല്യാണത്തിൽ വെച്ച് കണ്ട സമയത്ത് ഇവർ ഒരുപാട് സംസാരിച്ചു. എന്തുകൊണ്ടോ അവർ തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഫീൽ ചെയ്ത് അവർ നല്ല രീതിയിൽ അവിടെ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. മാത്രമല്ല, അവളുടെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഈ സുമിത്തിനെ മീറ്റ് ചെയ്തത്. കാരണം വെച്ചാൽ അവർ സംസാരത്തിനൊടുവിൽ അവിടെ ടെലിഫോൺ നമ്പേഴ്സ് കൈമാറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. സുമിത്ത് PWDയിൽ ഒരു എംപ്ലോയി ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും PWD എംപ്ലോയി എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഗവൺമെൻറ് സെക്യൂർഡ് ജോബുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എന്താ പറയുക അത്യാവശ്യം ഏർണിംഗ് ഉള്ള ഒരാളാണ്, വെൽ ഓഫ് ഫാമിലി എന്ന ഒരാളെന്നായിരിക്കും. അതൊന്നും ആയിരുന്നില്ല സിറ്റുവേഷൻ. സുമിത്ത് ഒരു കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരുന്നു PWDയിൽ. മാത്രമല്ല അത്ര വലിയൊരു സാലറി അല്ലെങ്കിൽ പറയത്തക്ക രീതിയിലൊരു സ്റ്റെബിലിറ്റി, ഒരു സ്റ്റേബിൾ ഇൻകം അല്ലെങ്കിൽ സ്റ്റേബിൾ ലൈഫ് ഉള്ളൊരു വ്യക്തി ആയിരുന്നില്ല ഈ സുമിത്ത്. പക്ഷേ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരും സംസാരം തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു കോളേജിൽ പോകുന്ന സിറ്റുവേഷനിൽ സുമിത്ത് കൂടെ വരുന്നു. പിന്നെ അവർ കോളേജ് പാലൻപൂരിൽ വെച്ച് കാണുന്നു. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് അവർ തമ്മിൽ ഉണ്ടാകുന്നു. അങ്ങനെ 3 വർഷത്തെ ഇവരുടെ ഈ ജീവിതത്തിൽ ഈ ഒരു കണ്ടുമുട്ടലിൽ ആ ബന്ധം ഒന്നുകൂടി ദൃഢമായി പോവുകയാണ്. ആ ബന്ധം ഒന്നും കൂടി ഡീപ്പായി പോകുന്നു. സ്ലോലി അവർ പോലും അറിയാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊരു ഇഷ്ടമുള്ള പോലെ, അത് പ്രേമമുള്ള പോലെ ആയി മാറുന്നു. ഈ സൈനയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സുമിത്തിനോട് ചെറിയൊരു സ്നേഹം, കാരണം അത്രയും കഷ്ടപ്പെട്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ സാന്ത്വനവും കാര്യങ്ങളായിട്ട് വരുന്ന സമയത്ത് ഒരു വ്യക്തിയോട് തോന്നുന്നതിന് അപ്പുറമായിട്ട് ചെറിയൊരു അഫെക്ഷൻ, ചെറിയൊരു ഇഷ്ടം അവിടെ സുമിത്തിനോട് തോന്നുകയാണ്. പക്ഷേ സുമിത്ത് എന്ന് പറഞ്ഞ വ്യക്തി അത്യാവശ്യം ഇവരെക്കാൾ ഈ സെയിം ഏജ് അല്ല, മാത്രമല്ല ജോലിയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ സുമിത്തിന് അത് നേരെ മറിച്ച് അതൊരു ഭയങ്കരമായിട്ട് ഒരു ഇൻറ്റൻസ് ബോണ്ടിങ് ആയിട്ട്, ഒരു ട്രൂ ലവ് എന്നുള്ള സിറ്റുവേഷൻ ഭയങ്കര ഒരു പ്രേമമായിട്ട്, പ്രണയമായിട്ട് മാറുകയാണ്.
അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവർ മുന്നോട്ട് പോകുന്നു. ഈ കുട്ടി ഇതിൻ്റെ BA കംപ്ലീറ്റ് ചെയ്യുന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന് വെച്ച് ജോലി കിട്ടണമെന്നുള്ള ഒരൊറ്റ ഇതാണ്, അച്ഛനെ സഹായിക്കണം എന്നുള്ള ആ ഒരൊറ്റ സംഗതിയാണ് മനസ്സ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ സൈന ഹയർ എഡ്യൂക്കേഷനിൽ MAക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇഷ്ടം സ്വാഭാവികമായിട്ടും MAക്ക് ജോയിൻ ചെയ്യാന്നുള്ള അച്ഛനോട് പറഞ്ഞ സമയത്ത് അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അച്ഛൻ മകൾ പഠിക്കുക, കാരണം അയാളെ കൊണ്ട് ഈ ഒരു മോളെ പഠിപ്പിക്കാൻ അത്രയും പൈസ ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നാലും അവർ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതെന്ത് സംഭവിക്കുന്നു വെച്ചാൽ സുമിത്തിന് ഈ ഒരു സിറ്റുവേഷനിൽ ഇനി ഒരു സൈന ഒരു ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യുന്നതിൽ സുമിത്തിന് അവിടെ ഒരു എതിരഭിപ്രായം വരികയാണ്. കാരണം സുമിത്തിനെ സംബന്ധിച്ച് സുമിത്തിന് ഏകദേശം കല്യാണപ്രായമായിട്ടുണ്ട്, സുമിത്തിന് കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. സുമിത്തിന് മാത്രമല്ല, സുമിത്തിന് ഈ സൈനേനെ ഇഷ്ടമാണ്, സൈനയ്ക്ക് തിരിച്ചും യാതൊരു പ്രോബ്ലം ഇല്ല, ഇഷ്ടമാണ് എന്നുള്ള സിറ്റുവേഷനിൽ ഇവിടെ സുമിത്ത് മാരേജിന് വേണ്ടിയിട്ട് പ്രസ് ചെയ്യാണ്. പക്ഷേ ഒരിക്കലും ഇവൾക്ക് സൈനയ്ക്ക് അത് സമ്മതിക്കുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ 3 വർഷം ഇനീഷ്യലി ഇവർ സംസാരിച്ച പോലെ ആയിരുന്നില്ല. കഴിഞ്ഞ 3 വർഷത്തെ ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ അവിടെയാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിൻ്റെ കേസ് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഇവൾ വളരെ ലക്ഷ്യബോധമുള്ള ഒരാളായിരുന്നു, വളരെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളെ, നാളെ ഫ്യൂച്ചർ എന്താണെന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നെങ്കിൽ സുമിത്ത് ഇതിൻ്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധമില്ല, എന്താണെന്ന് വെച്ചാൽ അന്നത്തെ സിറ്റുവേഷൻ മാത്രം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുമിത്ത്. ജീവിതത്തിൽ കുട്ടികളെ സംബന്ധിച്ച് ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതില്ലാത്തവരൊന്നും അല്ല എന്നല്ല പറയണത്. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്ലാൻ വേണം, എയിം വേണം, അപ്പോഴേ നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു ലക്ഷ്യബോധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച്. എന്താ വെച്ചാൽ ഇവിടെ കല്യാണം കഴിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടി പോകണം എന്നുള്ള സിറ്റുവേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഈ ഒരു സൈനയ്ക്ക് നേരെ മറിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ മാരേജിന് വേണ്ടിയിട്ട് സുമിത്ത് പ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സൈന ഇതിന് വേണ്ടിയിട്ട് അത്രയും ഇൻട്രസ്റ്റ് എടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, സ്ലോലി സൈനയ്ക്ക് ഇവൻ്റെ ഓരോ കാണിച്ചുകൂട്ടലുകളും ഓരോ സംസാരവും കാര്യങ്ങളൊക്കെ ഫ്രസ്ട്രേഷനായി മാറി തുടങ്ങി. കാരണം ഈ കുട്ടി കംപ്ലീറ്റ് പഠിത്തം റെസ്പോൺസിബിലിറ്റി ആയിട്ട് പോകുമ്പോൾ ഇവൻ ഈ രീതിയിൽ പറയുന്ന സമയത്ത് മാത്രമല്ല ഇവൻ്റെ റിലേഷൻഷിപ്പിൽ ഇവൻ്റെ സ്വഭാവം ഒരുപാട് ടോക്സിക്കായി മാറിക്കഴിഞ്ഞിരുന്നു. കാരണം വെച്ചാൽ പൊസസീവ്നെസ്സും കൂടിയിട്ടുണ്ട്, ഇവൻ്റെ ഓവർ പ്രൊട്ടക്ഷൻ ഇവളോട് കാണിക്കുക, ഓവർ പൊസസീവ്നെസ് കാണിക്കുക. ഈ സിറ്റുവേഷനിൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡായി മാറിക്കഴിഞ്ഞിരുന്നു ഈ സൈന എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷീ വാസ് റീച്ചിങ് അറ്റ് സം പോയിന്റിലേക്കിനോ അവൾക്കിനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തിയിരുന്നു ഈ പെൺകുട്ടി. പക്ഷേ ഇവിടെ ഈ എന്താ പറയുക സൈന പുറകോട്ടടിക്കുന്ന സമയത്ത് സുമിത്തിൻ്റെ ഭാഗത്തുനിന്ന് സുമിത്ത് അത്രയും കൂടുതൽ സുമിത്തിന് ഈ സൈനയോടുള്ള ഈ ഒരു അറ്റാച്ച്മെൻറ്റ് അത്രയും ഡീപ്പായി കൊണ്ടിരുന്നു. മാത്രമല്ല സ്വാഭാവികമായിട്ടും MAക്ക് ജോയിൻ ചെയ്ത സമയത്ത് ഇവളുടെ തന്നെ ഈ സൈനയുടെ തന്നെ ക്ലാസ് പഠിക്കുന്ന മറ്റൊരു പയ്യനായിട്ട് ഒരു ലവ് ഒന്നും അല്ല കേട്ടോ, അതൊരു ക്ലോസ് ആയിട്ട് ഫ്രണ്ട് എന്നുള്ള റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഇത് സ്വാഭാവികമായിട്ടും മറ്റവനെ സുമിത്തിന് കേൾക്കുന്ന സമയത്ത് ദേഷ്യം വരുന്നു. സുമിത്ത് പല പ്രാവശ്യമായിട്ട് ഇവളെ വാൺ ചെയ്യുന്നു, ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇവൻ്റെ ഈ ഒരു പ്രശ്നം സഹിക്കാനാവാതെ ഒരു ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും എല്ലാ ഫോൺ കോൾസും എല്ലാത്തിനും ഈ പെൺകുട്ടി ഇവനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുകയാണ്. അതായത് സോഷ്യൽ മീഡിയ എല്ലാത്തിനും ബ്ലോക്ക് ചെയ്യുന്നു. ഈ കുട്ടി ഇവനെ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഇവൻ തീർത്ത് പറയുന്ന സിറ്റുവേഷൻ വരികയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ലൈഫ് ഏകദേശം നോർമൽ റൂട്ടീനിലായി എന്ന് ഈ സൈനയ്ക്ക് തോന്നിയതിന് ശേഷം സൈന ഒരു ദിവസം നോർമൽ ഈ സിറ്റുവേഷനിൽ കോളേജിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ ബസ് കയറിയിട്ട് പോകുന്നു. അങ്ങനെ പാലൻപൂർ ബസ് സ്റ്റേഷനിൽ ആണ് ഇവർ സാധാരണ പണ്ടും കണ്ടുമുട്ടിയിരുന്നത്. ഈ സുമിത്തിനെ സംബന്ധിച്ച് ഈ സൈനയുടെ വെയറബൌട്ട്സും സൈന ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത്, ഏതൊക്കെ വഴികളിലൂടെ പോകുന്നു, എവിടേക്ക് എത്ര സമയം നിൽക്കുന്നു എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും മനസ്സിലാക്കിയിരുന്നൊരു വ്യക്തിയായിരുന്നു ഈ സുമിത്ത് എന്നുള്ള ആൾ. അപ്പോൾ ഈ കുട്ടി അന്ന് പാലൻപൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയ സമയത്ത് ഇവൻ അവിടെ ചെന്ന് കാണുന്നു. ഈ കുട്ടി പെട്ടെന്ന് ഇവനെ കാണുന്ന സമയത്ത് അല്ലേ അവിടെ ഒരു കമേഴ്ഷ്യൽ കോംപ്ലക്സിലേക്ക് കയറുന്നു. സുമിത്ത് അവിടെ ഫോളോ ചെയ്തതിന് ശേഷം ഇവളോട് നിർത്തിയിട്ട് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നു. ഇതുപോലുള്ള രീതിയിൽ സംസാരിക്കണം, എന്നെ വീണ്ടും റിലേഷൻഷിപ്പ് തുടരണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സൈനയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഈ കമേഴ്ഷ്യൽ കോംപ്ലക്സിലേക്ക് സൈന കയറുന്ന സമയത്ത് പുറകെ കയറി പോകുന്ന ആ ഒരു സുമിത്തിൻ്റെ ഒരു CCTV ഫുട്ടേജ് അല്ലെങ്കിൽ താഴ്ത്തുന്ന ആൾക്കാർ ക്യാപ്ചർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ഇവൻ സൈനയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ഇവളുടെ ഭാഗത്ത് നോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവളെ അന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് കൂടി എന്താണെന്നുള്ളത് വളരെ CCTVയിൽ വളരെ ക്ലിയർ അല്ല, ഒരു വെപ്പണാണ്, ഇങ്ങനെ ഒരു ആയുധം കൂടെ കയ്യിൽ കരുതിയിട്ടാണ് ഇവൻ പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഇവർ സംസാരിക്കുമ്പോൾ 1 2 പറയുന്ന സമയത്ത് സൈന പറയുന്നു എനിക്ക് ഒരു കാരണവശാലും നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ഇവൻ ഇവളെ
ആ ഒരു മാരക ആയുധം കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയാണ്. ഇവളുടെ ഫിംഗർ കട്ടായി പോകുന്നു കംപ്ലീറ്റ് ആയിട്ട്. കുട്ടി വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവിടെ ഇഞ്ചേർഡായിട്ട് നിലത്ത് കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവൻ്റെ കയ്യിൽ വെപ്പൺസ് ഉള്ളത് കൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് മാത്രം തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊന്നും ആദ്യം അവനോട് അടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്ക് ഏകദേശം 10-12 വെട്ടവൻ വെട്ടിക്കഴിഞ്ഞിരുന്നു കുട്ടി. അത്രയും സീരിയസ് ആയിട്ട് അവിടെ വീണ് കിടക്കുന്ന സിറ്റുവേഷൻ. പക്ഷേ എവിടെ നിന്നൊക്കെ ആൾക്കാർ കുറച്ചുകൂടി ധൈര്യവും കാര്യങ്ങളും സംഭരിച്ച് കുറച്ചുകൂടി ആൾക്കാരെ വന്ന് കൂട്ടിയിട്ട് ഇവനെ പിടിച്ച് മാറ്റി ഇവനെ അത്യാവശ്യം നല്ല രീതിയിൽ അടി കൊടുക്കുന്ന പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പ്രകാരം ഇവൻ്റെ മൊഴിയെടുത്തു. ഇവനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവളുടെ മൊഴി അന്ന് ഈ സൈനയുടെ മൊഴി അന്ന് പോലീസ് അത് പബ്ലിക് ആക്കിയിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ പയ്യനെ പറഞ്ഞ് മനസ്സിലാക്കി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സാണ് നമുക്ക് ന്യൂസ് ഒന്ന് കിട്ടിയിട്ടുള്ളത്. വളരെ ഭാഗ്യം തന്നെ പറയാം. സൈന ഇന്ന് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവളുടെ കൈക്ക് ഗുരുതരമായി വെട്ടേറ്റു. ഫിംഗേഴ്സ് പോയി. ആ കുട്ടിക്ക് അവരുടെ അത് വിചാരിക്കുന്ന ലൈഫ് പഠനം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് അത്രയധികം ബുദ്ധിമുട്ടി നടന്നിരുന്നൊരു കുട്ടിക്ക് ഒരു ചെറിയൊരു റിലേഷൻഷിപ്പ്, അതായത് ഒരു കല്യാണത്തിന് കണ്ടിട്ടുള്ളൊരു പയ്യനായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ഒറ്റ പേരിലാണ് ആ കുട്ടിക്ക് ഈ ജീവിതത്തിലൊരു ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരാളെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിലും ആൾക്കാർ ചിലപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുമായിരിക്കാം. നമുക്കൊരു നോ എന്ന് പറയാനുള്ള ഒരു ലിബർട്ടി ഏതൊരു വ്യക്തിക്കും, ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ലൈഫിൽ നോ എന്ന് പറയാനുള്ള ഒരു ലിബർട്ടി ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ അത് മറ്റുള്ളൊരു പാർട്ട്ണർ ഡെഫിനറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഒരുപാട് വീഡിയോസിലൂടെ അതിൽ പല റിയൽ ഇൻസിഡൻസ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസിൽ നമ്മളിത് കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആൺകുട്ടികളെയും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത്. ഈ ഒരു ഇൻസിഡൻറ്റിൽ ഈ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന് വേണ്ടി മാത്രം പറയാം. ഈ പയ്യൻ ഇപ്പോൾ അതിനുള്ള കുട്ടിയെ ആക്രമിച്ചതിൻ്റെ ആ ഒരു ശിക്ഷയും കാര്യങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ സ്റ്റോറി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.